നമസ്തേ. യോഗ പരിശീലനം എന്ന് പറയുമ്പോൾ പൊതുവേ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് കുറേ ആസനങ്ങൾ പരിശീലിക്കൽ മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണയോ എന്തോ ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു. യോഗ പരിശീലനം എന്നുള്ളത് കുറേ ആസനങ്ങൾ പരിശീലിക്കൽ മാത്രമല്ല, അതതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം മാത്രമാണ്. അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. യോഗ പഠിക്കാൻ യോഗം വേണമെന്ന് പറയും. യോഗയെ അതിൻ്റെ അർത്ഥതലത്തിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് യോഗം വേണമെന്ന് പറയുക. അങ്ങനെ യോഗമുള്ള ആളുകൾ മാത്രമാണ് യോഗ പരിശീലിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. അവരാണ് യോഗികളായിട്ട് മാറുന്നതും. അത്തരത്തിൽ യോഗികളായിട്ട് മാറാൻ സാധിച്ചില്ലെങ്കിൽ കൂടി, അത് മാറിയാൽ നല്ലത്, അത് സാധിച്ചില്ലെങ്കിൽ പോലും അഷ്ടാംഗ നിയമത്തിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ യോഗയുടെ അർത്ഥങ്ങളെ കുറച്ചെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരോ അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ നമ്മൾ വളരെ കേമത്തങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം ജീവിത ശൈലികളെക്കുറിച്ചോ അല്ലെങ്കിൽ ആഹാരശീലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചോ വളരെയേറെ അറിവില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് എടുത്തു പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും തന്നെ നമുക്ക് സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്. അത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് പ്രമേഹം തന്നെ എടുത്ത് പറയാം. നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളം 1-ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങളിലുണ്ട്, മദ്യത്തിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ 1-ാം സ്ഥാനത്താണ്. അതിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള രോഗങ്ങൾ, അതെല്ലാം നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ തന്നെയാണ്. ആ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളിൽ ഏറ്റവും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്, യോഗ പരിശീലനം. അപ്പോൾ അത്തരത്തിൽ യോഗ പരിശീലനം അത് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് യാതൊന്നും തന്നെ അതിന് തടസ്സമല്ല. യോഗ പരിശീലനത്തിൽ യോഗയിൽ പറയുന്നത് എന്താ? അഷ്ടാംഗ നിയമങ്ങളിൽ പറയുന്ന എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ല ജീവിതശൈലിയിലൂടെ നല്ലവരായി മാറണം. അതിൽ ഉപയോഗിക്കുന്ന ശാന്തി മന്ത്രങ്ങളാവട്ടെ എല്ലാം പറയുന്നത് എന്താ? ലോകാസമസ്ത സുഖിനോ ഭവന്തു, എനിക്ക് കിട്ടിയിട്ടുള്ള സുഖം ഈ ലോകത്തിന് മുഴുവനും ലഭിക്കട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിപ്പിക്കുന്നത് തന്നെ. അത്രയേറെ ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തൊക്കെ ഒരുപാട് ഇത് വിപുലമായിക്കൊണ്ടിരിക്കുന്നു. കിട്ടുന്ന ആളുകളെല്ലാം ആദ്യമായിട്ട് അതിൻ്റെ ആ രുചി മനസ്സിലാക്കുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ ആ ആസ്വാദനം മനസ്സിലാക്കുന്നവർ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നവരൊക്കെ തന്നെ ഇതിലേക്ക് ആകൃഷ്ടരായിട്ട് അതിനെ യോഗയെ കൂട്ടുപിടിച്ചുകൊണ്ട് തൻ്റെ കർമ്മ മേഖലയിൽ ഏറ്റവും ഉന്നതിയിലെത്താൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഓരോരോ ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഇന്ന് കേരളത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കേരളത്തിൽ മാത്രമാണ്, ധാരാളം ആളുകൾ അതിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെയേറെ വിഷമത്തോടു കൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരികയാണ്. മറിച്ച് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ വേദനകളില്ലാതെ സമ്പാദിച്ചു കൂട്ടുന്നതിൽ നല്ലൊരു, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നല്ലൊരു പങ്കും മരുന്നിന് വേണ്ടി ചിലവാക്കാതെ നമുക്ക് നല്ല ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള, ശാന്തിയോടു കൂടിയുള്ള, സമാധാനത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള നല്ലൊരു ജീവിതം അത് കെട്ടിപ്പടുത്ത് വളരെ ഉന്നത നിലയിൽ തൻ്റെ കർമ്മ മേഖല ഏതു തന്നെ ആയിക്കോട്ടെ അതിലേറ്റവും ഉന്നതിയിലെത്താൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് യോഗ പരിശീലനം എന്നുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം പറയാം. മോര് കൂട്ടി ഉണ്ണുന്നവനും തൈരും പപ്പടം കൂട്ടി ഉണ്ണുന്നവനും വൈദ്യനെ കാണേണ്ടതില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മോര് കൂട്ടി ഉണ്ണുക എന്ന് പറഞ്ഞാൽ മോര് കൂട്ടേണ്ട സമയങ്ങളുണ്ട്, നമുക്ക് ഉച്ചയ്ക്കാണ് അതിനൊക്കെ സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് മോര് കൂട്ടി ഉണ്ണുന്ന വ്യക്തി വൈദ്യനെ കാണേണ്ട ആവശ്യം വരില്ല, കാരണം സമ്പൂർണ്ണമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. അതേസമയത്ത് തൈരും പപ്പടം കൂട്ടി ഉണ്ണുന്ന വ്യക്തിയും വൈദ്യനെ കാണേണ്ടതില്ല, കാരണം കണ്ടിട്ട് കാര്യമില്ല.
നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ കാര്യം പോക്കാണ്. അത്രയേറെ വിഷമാണ് നമ്മുടെ ശരീരത്തിൽ അത് രണ്ടും കൂടി ചേരുമ്പോൾ. തൈര് എന്ന് പറയുന്നത് നമുക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. പക്ഷെ അതിൻ്റെ കൂടെ പപ്പടം കൂടി മിക്സ് ചെയ്യും. അല്ലെങ്കിൽ പപ്പടം നമുക്ക് സെപ്പറേറ്റ് കഴിക്കാവുന്നതാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിൽ അത് രണ്ടും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ അത് വിഷമായിട്ട് മാറുകയാണ്. ഇത്തരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ഭൂരിഭാഗം പേര് അറിയാതെ സംഭവിക്കുന്നതാണ്. വിരുദ്ധ ആഹാരങ്ങൾ, ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്ത വിരുദ്ധ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിരവധിയായ ആളുകൾ നമ്മളെ പലവിധ അസുഖങ്ങൾക്ക് അടിമകളാവുന്നു. പലപ്പോഴും അത് അലർജിയായിട്ടും ആസ്മയായിട്ടൊക്കെ നമ്മുടെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉടനെ മരുന്നുകൾ കഴിച്ച് അതിനെ ഉള്ളിലേക്ക് തന്നെ ഇടാൻ ശ്രമിക്കുന്നു. ക്രമേണ അത് പലവിധ സ്കിൻ ഡിസീസായിട്ട് മാറുന്നു. വീണ്ടും നമ്മൾ അതിനെ ഡോസ് കൂടിയ മരുന്നുകളാൽ വീണ്ടും ഉള്ളിലേക്ക് തന്നെ അമർച്ച ചെയ്യുന്നു. കുറച്ച് കാലത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അത് മാരകമായിട്ടുള്ള ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്നത്. അത്തരത്തിൽ നമ്മൾ ശരീരത്തെ മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, ഞാൻ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്, ഏത് രീതിയിൽ ഞാൻ ജീവിക്കാൻ പാടില്ല, എന്ത് ഞാൻ ചെയ്യണം, എന്ത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ. അതായത് അറിവും തിരിച്ചറിവും, നോളേജ് ആൻഡ് വിസ്ഡം, ഇത് രണ്ടാണ്. അറിവിൻ്റെ പാഠങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ, മുന്നേറാൻ, അതും നമ്മളെ കാലശേഷവും നമ്മളെ ഓർക്കത്തക്കവണ്ണം അതിശ്രേഷ്ഠരായിട്ട് മാറാൻ യോഗ പരിശീലനം വളരെ വളരെ ഉത്തമമാണ്. എല്ലാവരും കുറച്ച് സമയമെങ്കിലും നിർബന്ധമായിട്ടും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക, അതിൽ യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. യോഗ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ശരീരവും മനസ്സിനെയും നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഈശ്വരനിലേക്ക് അടുക്കാൻ, ഈശ്വര ചൈതന്യത്തിനായി നമുക്ക് ഏറ്റവും നമ്മെ സഹായിക്കുന്ന ഒന്നാണ് യോഗ പരിശീലനം. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും യോഗ പരിശീലനത്തിലൂടെ ശ്രേഷ്ഠരായി, നല്ല ആരോഗ്യമുള്ളവരായി, സന്തോഷമുള്ളവരായി മാറാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമസ്തേ.